ശബരിമല സ്വർണ്ണക്കടത്തിൽ SIT നടത്തിയ അസാധാരണമായ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശിനെ വിട്ടയച്ചിട്ടുണ്ട്. വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയ അടൂർ പ്രകാശിന്റെ പ്രതികരണം കാണുമ്പോൾ തന്നെ ചോദ്യങ്ങൾ വല്ലാതെ കുഴപ്പിച്ചിട്ടുണ്ടെന്നും ആ ചോദ്യങ്ങൾ തനിക്ക് വല്ലാതെ ആശയക്കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടൂർ പ്രകാശ് ഉഴറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിതറിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ്. ഈ ഒരു ചോദ്യം ചെയ്യൽ അസാധാരണത്വമുണ്ട് എന്ന് പറയാൻ കാരണം, ഈ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ഇതേ സമയത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി SIT വിളിച്ചു വരുത്തി. ഒന്നാലോചിക്കുക, ഒരിടത്ത് അടൂർ പ്രകാശ്, മറ്റൊരിടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ഇതുവരെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം അടൂർ പ്രകാശിനെ ചോദ്യം ചോദിക്കുന്ന അതേ വേളയിൽ തന്നെ മറ്റൊരിടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വിളിച്ചു വരുത്തി ഒരേ ചോദ്യങ്ങൾ രണ്ടുപേരിടത്തും ചോദിച്ചിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് രണ്ടുപേരും ഉത്തരം കൊടുത്തിരിക്കുകയാണ്. ഇനിയാണ് രണ്ടാം റൗണ്ട് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇവർ സ്വപ്നത്തിൽ കാണാത്ത രീതിയിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്ലാൻ ചെയ്തത്. രണ്ടുപേരെയും രണ്ടിടത്ത് ചോദ്യം ചെയ്ത് ഒരേ ചോദ്യാവലികൾ, ഒരേ ഫോട്ടോകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, അതിന് രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഇനി ഒരേ സ്പോട്ടിൽ രണ്ടുപേരെയും കൂടി കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം ആ ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രതികരണം വരില്ല. ആ പ്രതികരണങ്ങൾ പറയുമ്പോൾ അടൂർ പ്രകാശിന്റെ ശബ്ദം ഇടറുന്നുണ്ട്. അടൂർ പ്രകാശ് അങ്ങോട്ട് പോയതുപോലെ അല്ല തിരിച്ചു വരുന്നത്. അദ്ദേഹം ആകെ പതറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പോലും മുഴുമിപ്പിക്കാതെ അദ്ദേഹം എന്നോട് ചോദിക്കേണ്ട, അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കൂ എന്ന പേരിൽ കാറിൽ കയറി എസ്കേപ്പ് ആകുന്നിടത്തുണ്ട് ആകെ പരിഭ്രാന്തിയിലാണ് എന്നുള്ള കാര്യം. എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? താങ്കളുടെ മറുപടി നൽകിയതിൽ അവർക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചാനലില് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കണ്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന്